ജേണൽ ഓഫ് ദി അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് ദിവസവും കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത 25% കൂടുതലാണ്. മാത്രമല്ല, ദൈനംദിന കഞ്ചാവ് ഉപയോഗം നടത്തുന്നവർക്ക് സ്ട്രോക്കിനുള്ള സാധ്യത 42% വർദ്ധിച്ചതായും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. മുതൽ 2020 വരെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സമാഹരിച്ച 18 മുതൽ 74 വരെ പ്രായമുള്ള 4,34,104 US നിവാസികളിൽ നടത്തിയ പഠനം അടിസ്ഥാനമാക്കിയാണ് കണ്ടെത്തലുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഠനവിധേയമായവരിൽ 4% പേർ ദിവസവും കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഇതിൽ 7% ആളുകൾ മാസത്തിൽ 5 തവണയാണ് ഇത് ഉപയോഗിക്കുക. ഈ ആളുകളിൽ നിന്ന് 2016 മുതൽ 2020 വരെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിവരങ്ങൾ ശേഖരിച്ച് നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പഠനം. അതേസമയം ദിവസവും കഞ്ചാവ് ഉപഭോഗം നടത്തുന്നവരെ അപേക്ഷിച്ച് മാസത്തിൽ 5 തവണ മാത്രം ഉപയോഗിക്കുന്നവരിൽ ഹൃദയ സംബന്ധമായ അപകട സാധ്യതകൾ വളരെ കുറവാണെങ്കിൽ പോലും ഹൃദയത്തെ ബാധിക്കുന്ന അവസ്ഥ ഒരു യാഥാർത്ഥ്യമാണെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. അതായത്, കഞ്ചാവ് തീരെ ഉപയോഗിക്കാത്തവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവരിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത 3% കൂടുതലാണ്. സ്ട്രോക്കിനുള്ള സാധ്യത 5%. ഈ ആളുകൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും സാധാരണമായ രീതി പുകവലിയായിരുന്നു. ഇതുകൂടാതെ കഞ്ചാവ് ചേർത്ത ഭക്ഷണങ്ങൾ കഴിച്ചും വേപ്പിംഗ് വഴിയും ഇവർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒരാൾ പുകവലിയിലൂടെയാണ് കഞ്ചാവ് കണികകൾ ശ്വസിക്കുന്നത് എങ്കിൽ അപകട സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വർഷം തോറും നടത്തുന്ന ദേശീയ ക്രോസ് സെക്ഷണൽ സർവേയായ ബിഹേവിയറൽ റിസ്ക് ഫാക്ടർ സർവൈലൻസ് സിസ്റ്റം വഴിയാണ് സർവേ ഡാറ്റ ശേഖരിച്ചത്. കൊറോണറി ഹൃദ്രോഗം, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സ്ട്രോക്ക് എന്നിവയുൾപ്പെടെയുള്ള പ്രതികൂല ഹൃദ്രോഗ ഫലങ്ങളുടെ ഉയർന്ന സാധ്യതകൾ ഏത് തരത്തിലുള്ള കഞ്ചാവ് ഉപഭോഗത്തിലൂടെയും ഉണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. കൂടാതെ അകാല ഹൃദ്രോഗ സാധ്യതയുള്ള ചെറുപ്പക്കാരിൽ, അതായത് 55 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരിലും 65 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലും കഞ്ചാവ് ഉപയോഗം മൂലം കൊറോണറി ഹൃദ്രോഗം, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത 36% കൂടുതലുമാണ്.